ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഓട്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. രാവിലെ നമ്മൾക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു ഐറ്റം കൂടിയാണിത്. ഇത് ഓട്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയതുകൊണ്ട് തന്നെ തടി കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് 1 കപ്പ് ഓട്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത ഓട്സ് അല്ല, സാധാരണ ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ഇട്ട് കൊടുത്താൽ കറക്റ്റ് പാകമായിരിക്കും. നല്ല പോലെ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. 1 കപ്പ് ഓട്സ് വെച്ച് ഏകദേശം 4-5 എണ്ണ ആയിരിക്കും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പം കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം. വലിയ ജാറിൽ പൊടിക്കുന്നതിനേക്കാളും ചെറിയ ജാറിൽ പൊടിച്ചാലാണ് കുറച്ചും കൂടി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുക. ഇപ്പം ഞാനിതിവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് വലിയൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാനുണ്ട്. അപ്പം അതിന് കണക്കാക്കി കുറച്ച് വലിയ പാത്രം എടുക്കുക. ഞാനിവിടെ ഇതേപോലത്തെ വലിയൊരു പാത്രത്തിനകത്തോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഓട്സിനകത്ത് നിറയെ വൈറ്റമിൻസും മിനറൽസും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ നല്ലതാണ്. ഇനി ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യമേ തന്നെ എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കണ്ട. ഞാനിവിടെ പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് തീരെ കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ബാക്കി പകുതിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓട്സ് നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കട്ടയില്ലാതെ കലക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കലക്കിയതിന് ശേഷം ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇതിവിടെ കട്ടയില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്നും കൂടെ ഒന്ന് കലക്കി കൊടുക്കാം. ഇപ്പം കുറച്ച് ലൂസായിട്ടായിരിക്കും ഇതുണ്ടായിരിക്കുക. ഇത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും കട്ടിയായിട്ട് വരും. ഓട്സ് എല്ലാം വെള്ളം അബ്സോർബ് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്യും. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. അപ്പോഴത്തേക്കും ഇത് കട്ടിയായിട്ട് വരും. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട വെജിറ്റബിൾസ് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ക്യാബേജും ക്യാരറ്റും ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി 2 എണ്ണം, 3 പച്ചമുളക്, ചെറിയൊരു തക്കാളി, മുരിങ്ങയില 2 പിടി, പിന്നെ ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും എടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുക. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം അരിഞ്ഞു വരുമ്പോൾ 1/4 കപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മല്ലിയില അരിഞ്ഞതും കൂടെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഓരോ ടീസ്പൂൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. മുരിങ്ങയില കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ഓട്സിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇതിനകത്താണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് പിന്നീട് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്കിത് ഓട്സിൻ്റെ മിക്സിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഞാനിവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഓട്സ് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം നല്ലപോലെ കുതിർന്ന് വന്ന് കട്ടിയായിട്ടുണ്ടായിരിക്കും. ഈ ഒരു പാകത്തിലായിരിക്കും ഓട്സ് ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും വെജിറ്റബിൾസും എല്ലാം ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞത് 1/4 കപ്പ്, ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും പൊടിയായിട്ട് അരിഞ്ഞിടാം. മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ്, മുരിങ്ങയില 2 പിടി. മുരിങ്ങയില ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങയിലക്കകത്ത് ഒരുപാട് കാൽഷ്യം അയണൊക്കെ ധാരാളം അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലുകൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബ്ലഡ് കുറവുള്ളവർക്കും നല്ലതാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് അരിഞ്ഞത് 1 ടീസ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞത് 1/4 കപ്പ്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് 1/4 കപ്പ്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് 1/4 കപ്പ്. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഇതിനകത്തേക്ക് ഇനി ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ മുട്ട മിക്സാക്കി വെച്ചപ്പം അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മുട്ടയും കൂടെ ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നീട് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ മുട്ടയുടെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പം ഇതൊന്നും കൂടെ ഒന്ന് ലൂസായിരിക്കും. അതുകൊണ്ട് വെള്ളവും നമ്മൾ ഇനി ഒഴിച്ചു കൊടുക്കരുത്. നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ട വേണ്ട എന്നുള്ളവരാണെങ്കിൽ അതിന് പകരം ലോ ഫാറ്റ് മിൽക്കും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇനി ഇതിനകത്തേക്ക് വെള്ളം ആവശ്യമായിട്ട് വരത്തില്ല. ഞാനിപ്പം ഇവിടെ എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് പാകമായിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പാകത്തിൽ വേണം കിട്ടാനായിട്ട്.
ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമോ പാലോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. നമ്മൾ മുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് ഇതൊന്നും കൂടെ ഒന്ന് ലൂസായിട്ടുണ്ട്. ഇതിപ്പം കറക്റ്റ് പാകമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിൽ വേണം ഇത് കിട്ടാനായിട്ട്. ഇനിയും വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ലൂസായി പോവും. ഓട്സ് വെച്ച് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾ നമ്മളുടെ ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വളരെയധികം സഹായിക്കും. മുട്ടയ്ക്ക് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോ ഫാറ്റ് മിൽക്കും എടുക്കാം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ തീരെ ഓയിൽ ഇല്ലെങ്കിലും ഇത് എടുക്കാൻ കിട്ടും. അപ്പം ഓയിൽ തീരെ വേണ്ട എന്നുള്ളവരാണെങ്കിൽ എണ്ണ തീരെ ഒഴിച്ചു കൊടുക്കണ്ട. ഇനി നമ്മൾ തയ്യാറാക്കിയ മിക്സിന്ന് വലിയൊരു സ്പൂൺ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം റൗണ്ട് ഷേപ്പ് വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് തീ നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മൾക്കിത് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാനുള്ളതാണ്. ഞാൻ വേറെയും ഓട്സ് ദോശ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈനോ സോൾട്ടോ സോഡയോ ഒന്നും ഇട്ടിട്ടില്ല. രാവിലെ നമ്മൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതൊരുപാട് പേര് ഉണ്ടാക്കി നോക്കി നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറുത്ത എള്ളും കൂടെ വിതറി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം 2 മിനിറ്റ് നമ്മൾക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് 1/4 ടീസ്പൂൺ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. അത് ഓപ്ഷണലാണ്. ഇത് വേണ്ടാന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ ഭാഗം കൂടെ വേവിച്ചെടുക്കുക. വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതൊന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ ഓട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിലും ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. നമ്മൾക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് ഏകദേശം 4-5 എണ്ണം ഉണ്ടാക്കാനായിരിക്കും പറ്റുക. ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം. ഇനി ഇതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്ത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോഴും അറിയാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ശരിക്കും ഇതിൻ്റെ കൂടെ വേറെ കറിയൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചട്നിയും തൈരും വെച്ചു എന്നേ ഉള്ളൂ. ഇത് രണ്ടും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്